ഹായ് ഓൾ, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ദോശ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിന് വേണ്ടത് ആദ്യം ഒരു ഗ്ലാസ് അരി പറഞ്ഞാൽ പച്ചരി ആവാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാവാം. പിന്നെ ഒരു അര ഗ്ലാസ് പരിപ്പ്, പിന്നെ ഒരു ഗ്ലാസ് കഷ്ടി ചെറുപയർ, പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കുക, ഓവർനൈറ്റ് കുതിരാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം അത് എല്ലാം കൂടി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരയേണ്ട, പേസ്റ്റ് പോലെയായിട്ട് അരയേണ്ട, കുറച്ച് തിക്കായിട്ട് വേണം ബാറ്റർ കിട്ടാൻ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സവാള, ചെറിയൊരു കഷ്ണം ജിഞ്ചർ, ചെറിയൊരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ ബാറ്ററിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അധികം വെള്ളം പോലെ ആവണ്ട, കുറച്ച് കട്ടിയെ വേണം. എന്നിട്ട് നമ്മൾ പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു കയ്യിൽ നമ്മളൊരു കയ്യിൽ മാവ് നന്നായിട്ട് പരത്തി കൊടുക്കുമ്പോൾ നമ്മൾ ദോശയുടെ പോലെ നന്നായിട്ട് പരന്ന് കിട്ടില്ല, നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പരത്തേണ്ടി വരും. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിലും പിന്നെ ചുറ്റുഭാഗം ഒക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് ബെസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണയൊക്കെ ഉപയോഗിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ അങ്ങനെ നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് മുരിച്ചെടുക്കുക. മുരിഞ്ഞ് കിട്ടുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി. ഇതിനെ നമ്മൾ ചട്ടിപ്പരത്തി അല്ലെങ്കിൽ നമ്മളുടെ അരച്ച് കലക്കി ദോശ അങ്ങനെയൊക്കെ പറയും. അത് ഓരോ സ്ഥലത്തും ഓരോ പോലെ പറയും. ഇത് നമ്മൾ കുറച്ച് പണ്ട് മുതൽക്കേ ഉണ്ടാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.